നമസ്കാരം. പ്രധാന വാർത്തകൾ. കടങ്ങോട് പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിലേക്ക് ഒരു സംഘം കോൺഗ്രസ് പ്രവർത്തകർ അതിക്രമിച്ചു കയറി സംഘർഷം സൃഷ്ടിച്ചു. പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള മെമ്പർമാരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതായി പരാതി. വെള്ളറക്കാട് തിപ്പലശ്ശേരി റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ പരാതി പറയാൻ എത്തിയവരാണ് പഞ്ചായത്ത് യോഗത്തിൽ സംഘർഷാവസ്ഥ സൃഷ്ടിച്ചത്. ഭരണസമിതിയുടെ പരാതി വാസ്തവ വിരുദ്ധവും രാഷ്ട്രീയ പ്രേരിതവുമെന്ന് കോൺഗ്രസ് മെമ്പർമാർ. കേച്ചേരി മമതാ ബാറിൽ സംഘർഷം. കേച്ചേരി ചിറനെല്ലൂർ സ്വദേശി കബീറിന് മർദ്ദനമേറ്റു. സംഭവത്തിൽ 6 പേരെ കുന്നംകുളം പോലീസ് കസ്റ്റഡിയിലെടുത്തു. വരവൂർ പഞ്ചായത്തിലെ തളി നടുവട്ടത്തുള്ള അറവുമാംസ മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ പ്രവർത്തനം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് UDF രംഗത്ത്. പ്ലാന്റിന് അനുമതി നൽകിയ LDF പഞ്ചായത്ത് ഭരണസമിതിയും സ്ഥലം MLAയും ജനങ്ങളെ കബളിപ്പിക്കുകയാണെന്ന് UDF നേതൃത്വം. വാർത്തകൾ വിശദമായി. കടങ്ങോട് പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിലേക്ക് ഒരു സംഘം കോൺഗ്രസ് പ്രവർത്തകർ അതിക്രമിച്ചു കയറി സംഘർഷം സൃഷ്ടിച്ചു. പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള മെമ്പർമാരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതായി പരാതി. വെള്ളറക്കാട് തിപ്പലശ്ശേരി റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ പരാതി പറയാൻ എത്തിയവരാണ് പഞ്ചായത്ത് യോഗത്തിൽ സംഘർഷാവസ്ഥ സൃഷ്ടിച്ചത്. സംഭവത്തിൽ ഭരണസമിതിയിലെ LDF മെമ്പർമാർ പ്രതിഷേധിച്ചു. കോൺഗ്രസിന്റെ ഗുണ്ടകളെ ഭരണത്തിന്റെ ഹുങ്കും കാട്ടി കേരള ഭരണം ഹുങ്കും കാട്ടി സതീശന്റെ വാക്കും കേട്ട് ഞങ്ങളുടെ നേരെ പോരിന് വന്നാൽ ഇൻകുലാബ് സിന്ദാബാദ്. ഇന്ന് ഉച്ചതിരിഞ്ഞ് 2 മണിക്ക് നടന്ന പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിലാണ് കോൺഗ്രസ് പ്രവർത്തകർ കടന്നുകയറി സംഘർഷമുണ്ടാക്കിയത്. തകർന്നു കിടക്കുന്ന വെള്ളറക്കാട് തിപ്പലശ്ശേരി റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടെത്തിയ 50ഓളം പേരടങ്ങുന്ന കോൺഗ്രസ് പ്രവർത്തകരാണ് ഭരണസമിതി യോഗം നടക്കുന്ന ഹാളിലേക്ക് തള്ളിക്കയറി സംഘർഷം സൃഷ്ടിച്ചത്. പ്രസിഡന്റും ഭരണസമിതി അംഗങ്ങളുമായി രൂക്ഷമായ വാക്കേറ്റം നടത്തിയ ഇവർ റൈറ്റിംഗ് പേഡ് എടുത്തു വലിച്ചെറിഞ്ഞു. ഏറുകൊണ്ട് വനിതാ മെമ്പർമാരുടെ നെറ്റിയിൽ നേരിയ മുറിവേറ്റു. ഇതിനെതിരെ പഞ്ചായത്ത് സെക്രട്ടറി എരുമപ്പെട്ടി പോലീസിൽ പരാതി നൽകി. ഹാളിലേക്ക് തള്ളിക്കയറി മെമ്പർമാരെ കയ്യേറ്റം ചെയ്യാനും ഇവർ ശ്രമം നടത്തിയതായും അക്രമം നടത്തിയ കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KM നൌഷാദ് പറഞ്ഞു. ഇതൊരു ഗുണ്ടായുസമാണ്, ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. സ്വന്തം പാർട്ടിയിൽപ്പെട്ട ഗവൺമെന്റ് കേരളം ഭരിക്കുമ്പോൾ ആ ഗവൺമെന്റ് തീരുമാനമെടുക്കേണ്ട വിഷയം അതിന്റെ മുകളിൽ ഇടപെട്ട് അതിനൊരു തീരുമാനം ഉണ്ടാക്കുന്നതിന് പകരം മറിച്ച് പഞ്ചായത്ത് ഭരണസമിതിയാണ് ഇതിനൊക്കെ ഉത്തരവാദി എന്നുള്ള രൂപത്തിൽ കള്ളത്തരം പ്രചരിപ്പിക്കുകയാണ് UDF. അങ്ങനെ കള്ളത്തരം പ്രചരിപ്പിച്ചും ഗുണ്ടായുസം കാണിച്ചും ഈ വിഷയത്തിനൊരു പരിഹാരം ഉണ്ടാവില്ല. പഞ്ചായത്ത് ഭരണസമിതി ഇതിന്റെ മുകളിൽ പെട്ടെന്ന് തന്നെ പണി പൂർത്തീകരിക്കാൻ ആവശ്യമായ ഇടപെടൽ നടത്തുകയാണ്. വെള്ളറക്കാട് തിപ്പലശ്ശേരി റോഡ് നിർമ്മാണത്തിനായി AC മൊയ്തീൻ MLAയുടെ ഇടപെടലിൽ കഴിഞ്ഞ LDF സർക്കാർ 4 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. പണി ഏറ്റെടുത്ത കരാറുകാരൻ 10% ഫണ്ട് കൂടുതൽ ലഭിക്കുവാൻ വേണ്ടി ടെൻഡർ സമർപ്പിച്ചിട്ടുണ്ട്. നിലവിലെ സർക്കാരിന്റെ അനുമതി ലഭിച്ചാൽ ഉടൻ തന്നെ നിർമ്മാണ പ്രവർത്തികൾ ആരംഭിക്കും. റോഡ് താൽക്കാലികമായി സഞ്ചാരയോഗ്യമാക്കാൻ കോറി വേസ്റ്റ് അടിച്ച് കുഴികൾ നികത്തുവാനും മണ്ണ് നീക്കം ചെയ്യുവാനും ഭരണസമിതി യോഗത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ടെന്നും ഇതിനിടയിലാണ് കോൺഗ്രസ് പ്രവർത്തകർ കടന്നുകയറി ഗുണ്ടായിസം കാണിച്ചതെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. കടങ്ങോട് പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ അതിക്രമിച്ചു കയറി കോൺഗ്രസ് പ്രവർത്തകർ ഗുണ്ടായിസം കാണിച്ചു എന്ന പരാതി അടിസ്ഥാനരഹിതമാണെന്ന് കോൺഗ്രസ് പഞ്ചായത്ത് മെമ്പർമാർ പറഞ്ഞു. വർഷങ്ങളായി തകർന്നു കിടക്കുന്ന വെള്ളറക്കാട് തിപ്പലശ്ശേരി റോഡിന്റെ ശോചനീയാവസ്ഥയെക്കുറിച്ച് പ്രസിഡന്റിനോട് സംസാരിക്കാൻ എത്തിയതായിരുന്നു പ്രദേശവാസികളായ ഒരു കൂട്ടം യുവാക്കൾ. പ്രസിഡന്റിന്റെ സമ്മതത്തോടു കൂടിയാണ് ഇവർ യോഗ ഹാളിലേക്ക് പ്രവേശിച്ചത്. പ്രസിഡന്റുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ഭരണസമിതിയിലെ ചില LDF മെമ്പർമാർ കയർത്ത് സംസാരിച്ചതാണ് ഇരുകൂട്ടരും തമ്മിൽ രൂക്ഷമായ വാക്കേറ്റത്തിന് കാരണമായത് എന്ന് കോൺഗ്രസ് മെമ്പർമാർ പറഞ്ഞു. യോഗത്തിലെ കോൺഗ്രസ് മെമ്പർമാർ ഇവരെ അനുനയിപ്പിച്ച് ഇറക്കിവിട്ടു. അക്രമം നടത്തിയെന്നും മെമ്പർമാരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു എന്നുമുള്ള പരാതി അടിസ്ഥാനരഹിതവും രാഷ്ട്രീയ പ്രേരിതവുമാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പ് 3 തവണ റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടത്തി ജനങ്ങളെ കബളിപ്പിക്കുകയാണ് LDF ഭരണസമിതിയും MLAയും ചെയ്തത്. ദിവസങ്ങൾക്ക് മുൻപ് അധികാരമേറ്റ UDF സർക്കാരിന് മേൽ പഴിചാരി രക്ഷപ്പെടുവാനാണ് LDFന്റെ ശ്രമം. കാൽനട യാത്രയ്ക്ക് പോലും കഴിയാത്ത അവസ്ഥയിലുള്ള റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ
വീട്ടമ്മമാർ ഉൾപ്പെടെ രംഗത്ത് വന്നിട്ടുണ്ടെന്നും കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡർ PN വിജയകുമാർ പറഞ്ഞു. അതിലെ ഒരു വാഹനം പോയി ഒരു കാൽനട യാത്രക്കാരന് പോലും പോകാൻ കഴിയാത്ത രീതിയിൽ വളരെ ശോചനീയമായ അവസ്ഥയിലാണ് ആ റോഡ് കിടക്കുന്നത്. അവരുടെ വൈകാരികമായിട്ടുള്ള അവരുടെ ഒരു ആ കമ്മിറ്റിയെ മുഴുവൻ അറിയിക്കാൻ വേണ്ടി അവർ വന്നപ്പോൾ പ്രസിഡന്റ് പെർമിഷൻ കൊടുത്തതിൻ്റെ പേരിലാണ് അവർ സംസാരിച്ച് ആ സംസാരത്തിൽ ഇവിടെ മറ്റ് മെമ്പർമാർ ഇടപെട്ട് അത് ഒരു കുറച്ച് ശബ്ദം എല്ലാവരും കൂടി ഒരു 4-5 പേര് അവരും ഒക്കെ കൂടി ഒരുമിച്ച് ഒരു ശബ്ദം ഉണ്ടായി എന്നല്ലാതെ വേറെ മറ്റ് യാതൊരു തരത്തിലുള്ള പ്രകോപനവും പ്രശ്നങ്ങളും അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. അതേസമയം ഭരണസമിതി യോഗത്തിൽ പ്രസിഡന്റ് തന്നെ അപമാനിച്ച് സംസാരിച്ചതായി കോൺഗ്രസ് മെമ്പർ സൈബുനിസ ഷറഫ് പറഞ്ഞു. തന്നെയും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റായ തന്റെ ഭർത്താവിനെയും പൊതുയോഗങ്ങളിലും പഞ്ചായത്ത് യോഗങ്ങളിലും നിരന്തരം അധിക്ഷേപിച്ച് സംസാരിക്കുകയാണെന്നും ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് എരുമപ്പെട്ടി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും സൈബുനിസ ഷറഫു പറഞ്ഞു. വളരെയധികം ഭീഷണിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം, പിന്നെ ഞാൻ കാണിച്ചു തരാം, എന്നെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുക നോക്കട്ടെ, നിങ്ങളെ വാർഡിന് എന്താ ചെയ്യാന്ന് എനിക്കറിയാം. അത് പേഴ്സണലായിട്ട് 2 ദിവസം മുന്നേ എന്നോട് നേരിട്ട് അയാൾ പറഞ്ഞതാണ്. അത് വളരെയധികം ഞങ്ങളെ തളർത്തുന്നുണ്ട്. എൻ്റെ ഭർത്താവിനെയും ഇന്ന് ഒരുപാട് എന്നെ അപമാനിച്ചിട്ടുണ്ട്. കമ്മിറ്റിയിൽ വെച്ചിട്ടാണ് എന്നെ അപമാനിച്ചിരിക്കുന്നത്. എന്തായാലും അദ്ദേഹം ഒരു അഡ്വക്കേറ്റ് ആണല്ലോ, അതിനുള്ള ഒരു വിദ്യാഭ്യാസമുള്ള ഒരു മനുഷ്യനാണല്ലോ. അപ്പോൾ അദ്ദേഹം അങ്ങനെയല്ല എന്നോട് പെരുമാറിയത്. ഇപ്പോഴത്തെ മണ്ഡലം പ്രസിഡന്റിന് വിദ്യാഭ്യാസം ഇല്ല, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്നെ എൻ്റെ ഭർത്താവിനെ ഒരുപാട് അപമാനിച്ചിട്ടുണ്ട്. എന്തായാലും ഞാൻ നിയമപരമായി തന്നെ മുന്നോട്ട് പോകും, ഉറപ്പാണ്. ഓടിക്കൊണ്ടിരുന്ന പെട്ടി ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്ക് തെങ്ങ് കടപുഴകി വീണ് ഓട്ടോറിക്ഷ തകർന്നു. ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പോർക്കുളം പഞ്ചായത്തിലെ പൊന്നം കള്ളുഷാപ്പിന് സമീപം ബുധനാഴ്ച രാവിലെ 6 മണിയോടെയായിരുന്നു അപകടം. പൊന്നം സെന്ററിൽ കട നടത്തുന്ന ഉപ്പുങ്ങൽ ഗണേശൻ പച്ചക്കറി എടുക്കുന്നതിനായി കുന്നംകുളത്തേക്ക് പോകുന്നതിനിടെയാണ് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ തെങ്ങ് കടപുഴകി ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്ക് പതിച്ചത്. ഓട്ടോറിക്ഷയ്ക്ക് സാരമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചെങ്കിലും ഡ്രൈവർ ഗണേശൻ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. സംഭവം അറിഞ്ഞ് സ്ഥലത്തെത്തിയ വാർഡ് മെമ്പർ സിന്ധു ബാലൻ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഫയർഫോഴ്സ് സ്ഥലത്തെ തെങ്ങ് മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. അപകട ഭീഷണിയായി റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരങ്ങൾ മുറിച്ചുമാറ്റാൻ ഉടമകൾക്ക് കർശന നിർദ്ദേശം നൽകുമെന്ന് വാർഡ് മെമ്പർ പറഞ്ഞു. കേച്ചേരിയിലുള്ള മമത ബാറിൽ മദ്യപിക്കാനെത്തിയ അവർ സംഘം ചേർന്ന ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും യുവാവിനെ മർദ്ദിക്കുകയും ചെയ്തു. കേച്ചേരി ചിറനല്ലൂർ സ്വദേശി കബീറിനാണ് മർദ്ദനമേറ്റത്. സംഭവത്തിൽ 6 പേരെ കുന്നംകുളം പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചൊവ്വാഴ്ച വൈകിട്ട് 6:30ഓടെയായിരുന്നു അക്രമ സംഭവം അരങ്ങേറിയത്. പാവർട്ടി കുന്നംകുളം പോലീസ് സ്റ്റേഷൻ പരിധികളിലെ സാമൂഹ്യ വിരുദ്ധരടക്കം 8 പേരടങ്ങുന്ന സംഘമാണ് അക്രമം നടത്തിയത്. പാവർട്ടി പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള സിയാദിന്റെ നേതൃത്വത്തിലായിരുന്നു അക്രമം നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു. സിയാദിനെ കൂടാതെ കേച്ചേരി തലക്കോട്ടുകര സ്വദേശി ശ്രീരാഗ്, പാറന്നൂർ സ്വദേശി രാഹുൽ എന്ന കുട്ടൂസ്, വന്നേരി സ്വദേശി മുബഷീർ, പാവർട്ടി സ്വദേശി റാഷിദ്, കേച്ചേരി സ്വദേശി വിഷ്ണു എന്നിവരാണ് പിടിയിലായ സംഘത്തിലുള്ളത്. ബാറിൽ മദ്യപിക്കാനെത്തിയ കബീറിനെ പ്രതികൾ സംഘം ചേർന്ന് മർദ്ദിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. പരിക്കേറ്റ യുവാവിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബാറിൽ സംഘർഷം നടക്കുന്ന വിവരമറിഞ്ഞ് പോലീസ് എത്തുമ്പോഴേക്കും പ്രതികൾ കടന്നുകളഞ്ഞിരുന്നു. പ്രതികളെ തിരിച്ചറിഞ്ഞ പോലീസ് മൊബൈൽ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലൂടെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ സംഘത്തെ പിടികൂടുകയായിരുന്നു. പോലീസ് പിന്തുടരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ പ്രതികൾ രക്ഷപ്പെടാൻ ഉപയോഗിച്ച വാഹനത്തിൽ നിന്നും ഇറങ്ങി ഓടുന്നതിനിടെ ഇവരെ പിന്തുടർന്ന് സിനിമാ സ്റ്റൈലിൽ കീഴ്പ്പെടുത്തുകയായിരുന്നു. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടന്നുവരികയാണെന്ന് കുന്നംകുളം പോലീസ് അറിയിച്ചു. കായിക പ്രേമികൾക്കായി ഗുരുവായൂർ നഗരസഭ ടൗൺ ഹാളിൽ ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾ ബിഗ് സ്ക്രീനിൽ പ്രദർശിപ്പിക്കാനുള്ള കൌൺസിൽ തീരുമാനം സാങ്കേതികത്വം പറഞ്ഞ് നഗരസഭാ സെക്രട്ടറി തടയുന്നത് അങ്ങേയറ്റം ദൌർഭാഗ്യകരമാണെന്ന് NK അക്ബർ MLA വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണസമിതിയുടെ അധികാരത്തിന്മേലുള്ള നഗ്നമായ കടന്നുകയറ്റമാണിത്. കഴിഞ്ഞ വർഷങ്ങളിലും നഗരസഭ ടൗൺ ഹാളിൽ പൊതുജനങ്ങൾക്കായി ലോകകപ്പ് മത്സരങ്ങൾ മികച്ച രീതിയിൽ പ്രദർശിപ്പിച്ചിരുന്നു. ഇത്തവണയും ഇതിനായി കൌൺസിൽ ഐക്യകണ്ഠേന തീരുമാനമെടുത്തിരുന്നതാണ്. എന്നാൽ ഇതിന്മേൽ വിയോജനക്കുറിപ്പ് എഴുതുന്നതിനു പകരം പകർപ്പവകാശ നിയമം വരെ തെറ്റായി വ്യാഖ്യാനിച്ച് ജോയിന്റ് ഡയറക്ടർ തടസ്സവാദങ്ങൾ ഉന്നയിക്കുകയാണ് ചെയ്തത്. ടൗൺ ഹാൾ പൊതുപരിപാടികൾക്ക് സൗജന്യമായോ ഇളവുകളുടെയോ വിട്ടു നൽകാമെന്ന ബൈലോ നിലനിൽക്കെയാണ് ഈ നടപടി. തൊട്ടടുത്ത കുന്നംകുളം നഗരസഭയിൽ ടൗൺ ഹാളിൽ സൗജന്യ പ്രദർശനത്തിന് അനുമതി നൽകിയ കാര്യവും MLA ചൂണ്ടിക്കാട്ടി. ജനപ്രതിനിധികൾക്ക് മുകളിൽ ഉദ്യോഗസ്ഥരാജ് അടിച്ചേൽപ്പിക്കുന്നത് അധികാര വികേന്ദ്രീകരണത്തിന്റെയും 73-74 ഭരണഘടനാ ഭേദഗതികളുടെയും പരസ്യമായ ലംഘനമാണ്. കായിക പ്രേമികളുടെ താൽപര്യം സംരക്ഷിക്കാനും കൌൺസിൽ തീരുമാനം നടപ്പിലാക്കാനും തദ്ദേശ വകുപ്പ് മന്ത്രി, സെക്രട്ടറി, ഡയറക്ടർ എന്നിവർ അടിയന്തരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ട് കത്ത് നൽകിയതായും MLA അറിയിച്ചു.
വരവൂർ പഞ്ചായത്തിലെ തള്ളി നടുവട്ടത്തുള്ള അറവു മാംസ മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ പ്രവർത്തനം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് UDF രംഗത്തെത്തി. പ്ലാന്റിന്റെ അനുമതി നൽകിയ LDF പഞ്ചായത്ത് ഭരണസമിതിയും സ്ഥലം MLAയും ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് UDF നേതാക്കൾ ആരോപിച്ചു. ഇപ്പോ അദ്ദേഹം കഴിഞ്ഞ ദിവസം ഈ ഭരണം മാറിയപ്പോൾ അദ്ദേഹം അവിടെ വന്നു. അവിടുത്തെ കുറച്ച് സഖാക്കളെ വിളിച്ചിരുത്തി അവിടെ ഈ പ്ലാന്റിനെതിരെ മുഖ്യമന്ത്രിക്ക് ഒരു നിവേദനം കൊടുത്തിട്ടുണ്ട് എന്നാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി VD സതീശൻ അവർക്ക് ഒരു നിവേദനം കൊടുത്തിട്ടുണ്ട് എന്നാണ് MLA പറയുന്നത്. കഴിഞ്ഞ 3 വർഷം ആയിട്ട് ഈ പ്ലാന്റിന്റെ പ്രവർത്തനം നടക്കുമ്പോൾ MLAക്ക് പരാതി നൽകിയിട്ടും ഒരു ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം അവതരിപ്പിക്കാനോ ഒരു ഉപക്ഷേപം ഉന്നയിക്കാനോ ഈ കാര്യത്തെക്കുറിച്ച് ജനങ്ങളുടെ വിഷയങ്ങളെക്കുറിച്ച് പറ്റാത്തൊരു MLA പിണറായി വിജയനെ പേടിച്ചിട്ടാണോ അദ്ദേഹത്തിന്റെ അടുത്ത് പോകാൻ അറിയില്ല. ഇപ്പൊ VD സതീശൻ പറഞ്ഞപ്പോൾ എല്ലാവർക്കും പോകാൻ പറ്റും. അതുകൊണ്ട് VD സതീശന്റെ അടുത്ത് അദ്ദേഹം ഒരു നിവേദനം കൊടുത്തിട്ടുണ്ടെന്നാ പറയുന്നത്. 2021 കഴിഞ്ഞ LDF പഞ്ചായത്ത് ഭരണസമിതിയാണ് ജനങ്ങളുടെ പ്രതിഷേധത്തെയും പ്രതിപക്ഷ മെമ്പർമാരുടെ എതിർപ്പിനെയും അവഗണിച്ച് അറവു മാലിന്യ സംസ്കരണ പ്ലാന്റിന് അനുമതി നൽകിയത്. ജനങ്ങളുടെ ജീവിതം ദുരിതപൂർണമായിരിക്കുകയാണ്. പ്ലാന്റ് പ്രവർത്തിക്കുമ്പോൾ അസഹനീയമായ ദുർഗന്ധമുയരുകയും ശ്വാസതടസ്സം, ചൊറിച്ചിൽ, ഛർദി ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവപ്പെടുന്നതായും പ്രദേശവാസികൾ പറയുന്നു. പരാതികൾ നൽകിയിട്ടും പ്രതിഷേധ സമരങ്ങൾ നടത്തിയിട്ടും പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള ഭരണ സംവിധാനങ്ങളും ബന്ധപ്പെട്ട വകുപ്പുകളും പ്ലാന്റ് ഉടമയ്ക്ക് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചത്. സ്ഥലം MLAയായ UR പ്രദീപ് സ്ഥലം സന്ദർശിക്കുവാനോ പ്ലാന്റിനെതിരെ പ്രതികരിക്കുവാനോ നിയമസഭയിൽ വിഷയം ഉന്നയിക്കുവാനോ ഇതുവരെ തയ്യാറായിട്ടില്ല. ഭരണം മാറിയപ്പോൾ മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകി എന്ന് MLA മാധ്യമങ്ങൾക്ക് വാർത്ത നൽകിയത് രാഷ്ട്രീയമായി ജനങ്ങളെ കബളിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. UDF നേതൃത്വം ആരോഗ്യമന്ത്രി K മുരളീധരനെ നേരിൽ കണ്ട് നിവേദനം നൽകിയിട്ടുണ്ടെന്നും അനുഭാവപൂർവമായ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി ഉറപ്പു നൽകിയതായും നേതാക്കൾ പറഞ്ഞു. ജനങ്ങൾക്ക് ദുരിതമായി മാറിയ അറവുമാലിന്യ പ്ലാന്റിന്റെ പ്രവർത്തനം നിർത്തിവെക്കാൻ പഞ്ചായത്ത് എത്രയും പെട്ടെന്ന് സ്റ്റോപ്പ് മെമ്മോ നൽകണമെന്നും തുടർ നടപടികളുടെ ഭാഗമായി മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് നിവേദനം നൽകുമെന്നും UDF നേതാക്കൾ അറിയിച്ചു. എരുമപ്പെട്ടി പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ UDF വരവൂർ മണ്ഡലം ചെയർമാൻ M വീരചന്ദ്രൻ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് AA മുസ്തഫ, പഞ്ചായത്ത് മെമ്പർമാരായ PV ബാപ്പുട്ടി, B വാത്തുക്കുട്ടി, സെറീന, മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് TM അയ്യൂബ്, PS രാജൻ, ബഷീർ പാറപ്പുറം എന്നിവർ പങ്കെടുത്തു. മന്ദലാംകുന്ന് ദേശീയപാതയിൽ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന കന്യാകുമാരി സ്വദേശി മരിച്ചു. കന്യാകുമാരി കുളിക്കോട് കാൽക്കുളം സ്വദേശി മൂര്യൻ ഗാണത്ത് വില്ലൈ 50 വയസ്സുള്ള എബനേസർ തങ്കരാജാണ് മരിച്ചത്. കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകിട്ട് 7 മണിയോടെയായിരുന്നു അപകടം. മന്ദലാംകുന്ന് സെന്ററിൽ ദേശീയപാത 66 മുറിച്ചു കടക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. വേങ്ങരയിലേക്ക് പോകുകയായിരുന്ന ക്രൈറ്റ് കാർ ഇടിച്ചാണ് അപകടമുണ്ടായത്. ദീർഘകാലമായി മന്ദലാംകുന്നിൽ വിവിധ കോൺട്രാക്ടർമാരുടെ കീഴിൽ വീട് നിർമ്മാണ പ്രവൃത്തികൾ ചെയ്യുകയായിരുന്നു തങ്കരാജ്. കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകിട്ട് നാട്ടിലേക്ക് പോകുന്ന സുഹൃത്തിനെ യാത്രയയക്കാൻ ബസ് കയറ്റുന്നതിനു വേണ്ടി ഇരുവരും ചേർന്ന് റോഡ് മുറിച്ചു കടക്കുമ്പോഴായിരുന്നു അപകടം. ഇടിയുടെ ആഘാതത്തിൽ സാരമായി പരിക്കേറ്റ ഇയാളെ അകലാട് മൂന്നേനി VKR ആംബുലൻസ് പ്രവർത്തകർ ആദ്യം ചാവക്കാട് സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ചികിത്സയിലിരിക്കെ ബുധനാഴ്ച വൈകിട്ടോടെ മരണം സംഭവിച്ചു. ജെബ എബനീസറാണ് ഭാര്യ. പോലീസ് നടപടികൾക്ക് ശേഷം മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പിലാണ് ബന്ധുക്കൾ. ചാവക്കാട് നഗരസഭയിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടിക്ക് തുടക്കമായി. ചെയർപേഴ്സൺ AH അക്ബർ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് ചെയർപേഴ്സൺ ബിൻസി സന്തോഷ് അധ്യക്ഷത വഹിച്ചു. നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ P ദിലീപ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഡെപ്യൂട്ടി തഹസിൽദാർ PV ഫൈസൽ, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ P യതീന്ദ്രദാസ്, ലിഷ മത്രംകോട്ട്, KH സലാം, സുബൂറ, KP രഞ്ജിത് കുമാർ, താലൂക്ക് ആശുപത്രി ഹെൽത്ത് ഇൻസ്പെക്ടർ രാംകുമാർ, നഗരസഭാ സെക്രട്ടറി ഇൻചാർജ് PP റിഷ്മ എന്നിവർ സംസാരിച്ചു. ചാവക്കാട് പോലീസ്, കോസ്റ്റൽ പോലീസ്, എക്സൈസ് ഉദ്യോഗസ്ഥർ, വ്യാപാരി വ്യവസായി ജനപ്രതിനിധികൾ, തൊഴിലാളി സംഘടനാ പ്രതിനിധികൾ, സ്കൂൾ അധ്യാപകർ, ICDS സൂപ്പർവൈസർ, നഗരസഭാ ജീവനക്കാർ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. എല്ലാവരുടെയും കൂട്ടായ പരിശ്രമത്തിലൂടെ നഗരസഭയെ ലഹരിമുക്തമാക്കാനാണ് അധികൃതർ ലക്ഷ്യമിടുന്നത്. പുനേർകുളം ചമ്മന്നൂരിൽ നിർത്തിയിട്ട കാറിന് പുറകിൽ ബൈക്കിടിച്ച ഒരാൾക്ക് പരിക്കേറ്റു. ബൈക്ക് യാത്രികനായ ചമ്മന്നൂർ സ്വദേശി ചിമ്മിനിയിൽ വീട്ടിൽ അബൂബക്കറിനാണ് പരിക്കേറ്റത്. ചമ്മന്നൂർ കടപ്പായിൽ റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ഇന്നോവ കാറിന് പിന്നിലാണ് ബൈക്കിടിച്ചത്. ചൊവ്വാഴ്ച രാത്രിയിലായിരുന്നു അപകടം. കൊച്ചനൂർ ഭാഗത്തു നിന്നും ചമ്മന്നൂർ ഭാഗത്തേക്ക് ബൈക്കിൽ വരികയായിരുന്നു അബൂബക്കർ. ഇടിയുടെ ആഘാതത്തിൽ റോഡിൽ വീണ അബൂബക്കറിന് തലയ്ക്കാണ് പരിക്കേറ്റത്. വിവരമറിഞ്ഞെത്തിയ പരൂർ കാരുണ്യം ചാരിറ്റബിൾ ട്രസ്റ്റ് ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ ബൈക്കിനും കാറിനും ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. രാത്രിയിൽ ശക്തമായ മഴ പെയ്യുന്നതിനിടയിൽ വെളിച്ചം കുറവുള്ള സ്ഥലത്ത് മുന്നറിയിപ്പ് നൽകാനായി ഹസാർഡ് ലൈറ്റ് പോലും ഇല്ലാതെ ഇന്നോവ കാർ റോഡരികിൽ നിർത്തിയിട്ടതാണ് അപകടത്തിന് കാരണമായതെന്ന് നാട്ടുകാർ ആരോപിച്ചു. ലോകകപ്പ് ആവേശത്തിന്റെ തിരയിളക്കി കാക്കശ്ശേരി സ്കൂളിൽ കിക്ക് ഓഫ്. 2026 ലോകകപ്പ് ഫുട്ബോളിന്റെ ആവേശ തിരയിളക്കി
കാക്കശ്ശേരി ഗവൺമെന്റ് LP സ്കൂളിൽ കിക്ക് ഓഫ് സംഘടിപ്പിച്ചു. എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KU സരിത കുട്ടികൾക്ക് ഫുട്ബോൾ സമ്മാനിച്ചുകൊണ്ട് ലോകകപ്പിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഉദ്ഘാടനം ചെയ്തു. ചാവക്കാട് താലൂക്ക് ലൈബ്രറി കൌൺസിൽ ജോയിന്റ് സെക്രട്ടറി PG സുബിദാസ് അധ്യക്ഷനായി. പഞ്ചായത്ത് അംഗങ്ങളായ KR രഞ്ജിത്ത്, തുളസി രാമചന്ദ്രൻ, സ്കൂൾ പ്രധാന അധ്യാപകൻ സജീന്ദ്ര മോഹൻ, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ MG പ്രശാന്തി, അധ്യാപകരായ പ്രിൻസി തോമസ്, ജിനി പോൾ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികൾ അണിനിരന്ന ടീമുകളുടെ സൗഹൃദ ഫുട്ബോൾ മത്സരവും നടത്തി. ലോകകപ്പ് ഓർമ്മകൾ പങ്കുവെച്ച കേരള ഫുട്ബോൾ പോലീസ് ടീം അംഗം ശ്രീരാഗ് അമ്പാടി. ലോക ഫുട്ബോളിന്റെ മഹാമാമാങ്കമായ ഫിഫ ലോകകപ്പ് ജൂൺ 11 അമേരിക്ക ന്യൂജേഴ്സിയിൽ ആരംഭിക്കാനിരിക്കെ കിരീടം ഇത്തവണ ബ്രസീലിലേക്ക് മടങ്ങുമെന്നാണ് പ്രതീക്ഷയെന്ന് കേരള പോലീസ് ഫുട്ബോൾ ടീം മുൻ ക്യാപ്റ്റനും ചാലിശ്ശേരി GCC അക്കാദമിയുടെ ടെക്നിക്കൽ ഡയറക്ടറുമായ ശ്രീരാഗ് അമ്പാടി CCTVയോട് പറഞ്ഞു. വേൾഡ് കപ്പ് കേരളത്തിൽ എന്നും കേരളത്തിലെ ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ആൾക്കാരായാലും ഫുട്ബോൾ പ്ലേയേഴ്സ് ആയാലും എന്നും വേൾഡ് കപ്പിൻ്റെ സമയം വളരെയധികം ആവേശം നൽകുന്നതാണ്. കേരളത്തിൽ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാ ഭാഗത്തും ഫ്ലെക്സ് ആയാലും ആവേശമായാലും വേൾഡ് കപ്പിൻ്റെ ചർച്ചകളായാലും ടീമുകളിൽ തമ്മിലുള്ള ഫൈറ്റിംഗ് ആയാലും എല്ലാം വളരെയധികം നടക്കുന്ന ഒരു സ്ഥലമാണ് വേൾഡ് കപ്പ്. ഫുട്ബോളിനെ എന്നും ഒരുപാട് സ്നേഹിക്കുന്ന ഒരു സ്ഥലമാണ്. 2002 ലോകകപ്പാണ് തന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ലോകകപ്പ് ഓർമ്മയെന്ന് ശ്രീരാഗ് പറയുന്നു. വേൾഡ് കപ്പ് ഓർമ്മയിൽ വരുന്നത് എനിക്ക് 2002 വേൾഡ് കപ്പാണ്. ബ്രസീൽ ചാമ്പ്യൻസ് ആയത്, ജർമ്മനിനെ തോൽപ്പിച്ചിട്ട് ബ്രസീൽ ചാമ്പ്യൻസ് ആയ ഒരു വേൾഡ് കപ്പാണ് എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്നത്. ആദ്യത്തെ വേൾഡ് കപ്പ് എന്നുള്ള ഒരു ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന വേൾഡ് കപ്പും ബ്രസീൽ അല്ലെങ്കിൽ ഫുട്ബോളിനോടൊരു ഇഷ്ടം തോന്നി തുടങ്ങിയ ഒരു വേൾഡ് കപ്പ് കൂടിയാണ് അത് എല്ലാവരും കൂടി ഇരുന്ന് കണ്ടത് ഇപ്പോഴും ഓർമ്മയുണ്ട്. ആ ഒരു ഫുട്ബോളിൻ്റെ ഒരു ആവേശം ഉൾക്കൊണ്ടിട്ടാവും ചിലപ്പോൾ ഞാൻ കളി തുടങ്ങിയതും. ബ്രസീൽ ജർമ്മനിയെ തോൽപ്പിച്ച് കിരീടം നേടിയ ആ ഫൈനൽ ഇന്നും മനസ്സിൽ മായാതെ നിൽക്കുന്നുണ്ട്. ബ്രസീലിന്റെ മനോഹരമായ സാമ്പ ഫുട്ബോളും കളിയിലെ ആവേശവുമാണ് തന്നെ ആ ടീമിന്റെ ആരാധകനാക്കിയതെന്നും ശ്രീരാഗ് പറയുന്നു. ലോക ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന താരം ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. റൊണാൾഡോയുടെ അച്ചടക്കം, കഠിനാധ്വാനം, ഫിറ്റ്നസ്, പരിശീലനത്തിലെ ആത്മസമർപ്പണം എന്നിവ യുവതാരങ്ങൾക്ക് മാതൃകയാണ്. വരാനിരിക്കുന്ന ലോകകപ്പ് ഫൈനലിൽ ബ്രസീൽ കിരീടം നേടുമെന്നാണ് തന്റെ വിശ്വാസമെന്ന് ശ്രീരാഗ് ആത്മവിശ്വാസത്തോടെ പറയുന്നു. ഇന്ത്യൻ ഫുട്ബോളിന്റെ വളർച്ചയെക്കുറിച്ചും ശ്രീരാഗ് വ്യക്തമായ കാഴ്ചപ്പാട് പങ്കുവച്ചു. ചെറുപ്പം മുതൽ തന്നെ കുട്ടികൾക്ക് ശാസ്ത്രീയവും പ്രൊഫഷണലുമായ പരിശീലനം നൽകേണ്ടത് അത്യാവശ്യമാണ്. 5 വയസ്സ് മുതൽ ഫുട്ബോളിലേക്ക് കുട്ടികളെ കൊണ്ടുവരാനും 15 വയസ്സാകുമ്പോഴേക്കും ഉയർന്ന തലത്തിൽ മത്സരിക്കാൻ കഴിയുന്ന രീതിയിൽ അവരെ വാർത്തെടുക്കാനുമുള്ള സംവിധാനമാണ് രാജ്യത്തിന് വേണ്ടതെന്നും ശ്രീരാഗ് അഭിപ്രായപ്പെട്ടു. GCC ഫുട്ബോൾ അക്കാദമി നമ്മൾ പറഞ്ഞ പോലെ തീർച്ചയായിട്ടും നമ്മൾ ഇന്ത്യൻ ഫുട്ബോളിന്റെ ഡെവലപ്മെന്റ് എന്നുള്ള ഒരു ഉദ്ദേശം, അല്ലെങ്കിൽ നമ്മളെ നാട്ടിൽ ചാലിശ്ശേരി ഒരു ഇന്ത്യൻ പ്ലെയറെങ്കിലും വരണം എന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ട് ഞങ്ങൾ ആരംഭിച്ചതാണ് GCC ഫുട്ബോൾ അക്കാദമി. അതിന്റെ ടെക്നിക്കൽ ഡയറക്ടറാണ് ഞാൻ. ഇതിന്റെ അണ്ടറിൽ ഒരുപാട് കോച്ചസ് ഉണ്ട്, പ്ലേയേഴ്സ് ഉണ്ട്. നമ്മളെ നാട്ടുകാരെല്ലാവരുടെ സപ്പോർട്ടും കൂടിയിട്ടാണ് നമ്മൾ ഈ അക്കാദമി പോകുന്നത്. ചാലിശ്ശേരി ഹൈസ്കൂൾ മൈതാനത്ത് GCC ക്ലബിലൂടെ വളർന്ന ശ്രീരാഗ് അമ്പാടി 2013 ലീഗിൽ ചർച്ചിൽ ബ്രദേഴ്സിനായും 5 തവണ കേരളത്തിനായി സന്തോഷ് ട്രോഫിയിലും കളിച്ചിട്ടുണ്ട്. 2018 സന്തോഷ് ട്രോഫി ജേതാക്കളായ കേരള ടീമിലെ അംഗമായിരുന്ന അദ്ദേഹം 2021-24 വർഷങ്ങളിൽ കേരള പോലീസ് ടീമിന്റെ ക്യാപ്റ്റനായും ശ്രദ്ധേയമായ സേവനം അനുഷ്ഠിച്ചു. 2025 കേരള സൂപ്പർ ലീഗിൽ ഫോർസ കൊച്ചിക്ക് വേണ്ടിയും ബൂട്ടണിഞ്ഞു. എന്തായാലും ഫുട്ബോളിലേക്ക് വരാനുള്ള ഏറ്റവും വലിയ കാരണം നമ്മളെ GCC ക്ലബ് തന്നെയാണ്. അവര് ഒരുപാട് ടൂർണമെന്റുകൾ കളിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം നമുക്ക് കളിക്കാനുള്ള ഒരു ഭാഗ്യം തന്നു, കളിക്കാനുള്ള ഒരു അവസരങ്ങൾ തന്നതുകൊണ്ടാണ് നമ്മൾ ഫുട്ബോളിൽ വരാൻ പറ്റിയത്. നിലവിൽ GCC അക്കാദമിയുടെ ടെക്നിക്കൽ ഡയറക്ടറായി യുവതാരങ്ങളുടെ വളർച്ചയ്ക്കായി പ്രവർത്തിച്ചു വരികയാണ്. ലോകകപ്പിനോടനുബന്ധിച്ച് GCC അക്കാദമിയിൽ വിവിധ രാജ്യങ്ങളുടെ പേരിൽ കുട്ടികൾക്കായി സൗഹൃദ മത്സരങ്ങളും സംഘടിപ്പിച്ചിരുന്നു. ഇന്ത്യൻ ഫുട്ബോളിന്റെ അവസ്ഥ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ നമ്മൾ കുറച്ചും കൂടി അടിയിലാണ് നമ്മൾ നിൽക്കുന്നത്. അതിനൊരു എഴുന്നേൽപ്പ് വേണമെങ്കിൽ നമുക്ക് പേഴ്സണലായിട്ട് എന്തായാലും നല്ല നല്ല അക്കാദമികൾ വരണം, നല്ല നല്ല റെസിഡൻഷ്യൽ അക്കാദമികൾ വരണം. അപ്പോൾ ഇപ്പോൾ ഓൾറെഡി അക്കാദമികൾ ഉണ്ടെങ്കിലും ഒന്നും കൂടി പ്രൊഫഷണലിസം കൊണ്ടുവരാൻ
ഡിവൈഎഫ്ഐ കുന്നംകുളം വെസ്റ്റ് ബ്ലോക്ക് സമ്മേളനം തുടങ്ങി. കല്ലുംപുറം വിദ്യാ ഹാളിൽ സജ്ജമാക്കിയ ബാബു എം പാലുശ്ശേരി നഗറിൽ നടക്കുന്ന സമ്മേളനത്തിൽ ബ്ലോക്ക് പ്രസിഡന്റ് ഹസൻ കല്ലുംപുറം പതാക ഉയർത്തി. തുടർന്ന് പ്രത്യേകം തയ്യാറാക്കിയ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. ജില്ലാ സെക്രട്ടറി KS റോസൽ രാജ് പുഷ്പചക്രം സമർപ്പിച്ചു. പ്രതിനിധി സമ്മേളനം റോസൽ രാജ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് സെക്രട്ടറി നിധിൻ വിജയൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. CPIM എളവള്ളി പഞ്ചായത്ത് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരീക്ഷാ വിജയികളായ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. എളവള്ളി ഗ്രാമപഞ്ചായത്തിലെ 15-ാം വാർഡിൽ ഉൾപ്പെടുന്ന SSLC +2 പരീക്ഷ വിജയിച്ച മുഴുവൻ വിദ്യാർത്ഥികളെയുമാണ് അനുമോദിച്ചത്. ആദരം 2026 എന്ന പേരിൽ സംഘടിപ്പിച്ച അനുമോദന ചടങ്ങ് എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KU സരിത ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് CF രാജൻ അധ്യക്ഷനായി. CPIM ഏരിയ കമ്മിറ്റി അംഗം PG സുബിദാസ്, പഞ്ചായത്ത് അംഗം തുളസി രാമചന്ദ്രൻ, പൂവത്തൂർ നോർത്ത് ബ്രാഞ്ച് സെക്രട്ടറി KV തമ്പി, ചിറ്റാട്ടുകര സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റ് ലോഹിതാക്ഷൻ താമരശ്ശേരി, സഹകരണ ബാങ്ക് ഡയറക്ടർ ഫ്രജോ ചുങ്കത്ത്, CDS അംഗം ഷീബ പ്രേമൻ, സുരേഷ് ഇത്തിപ്പറമ്പിൽ, KV ബാബു എന്നിവർ സംസാരിച്ചു. തുളസി രാമചന്ദ്രൻ പ്രത്യേകം തയ്യാറാക്കിയ ഉപഹാരം ചടങ്ങിൽ വിദ്യാർത്ഥികൾക്ക് സമ്മാനിച്ചു. തൃശൂർ അതിരൂപതയിൽ ഈശോയുടെ തിരുഹൃദയത്തിന്റെ നാമത്തിൽ സ്ഥാപിതമായ പ്രഥമ ദേവാലയമായ എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളിയുടെ 130ാമത് തിരുഹൃദയ പ്രതിഷ്ഠ ഊട്ടുതിരുനാൾ ജൂൺ 12-ന് ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഹിന്ദി, തെലുങ്ക്, സുറിയാനി ഭാഷകളിലും മലങ്കര റീത്ത്, സീറോ മലബാർ റീത്ത്, ലത്തീൻ റീത്ത് എന്നിവയിൽ വിശുദ്ധ കുർബാനകൾ നടക്കും. തിരുനാൾ ദിനത്തിൽ സുറിയാനി കത്തോലിക്ക സഭയുടെ തനതായ ഉന്നത ആരാധന സുറിയാനി ഭാഷയിലും നടക്കും. രാവിലെ 6 മണിക്ക് ഫാദർ ജോഷി ആളൂരിൻ്റെ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന, ലതീഞ്ഞ്, നൊവേന, തുടർന്ന് നേർച്ചകൂട്ട്, വെഞ്ചിരിപ്പ് എന്നിവ ഉണ്ടാകും. രാവിലെ 7 മുതൽ ഉച്ചതിരിഞ്ഞ് 3 മണിവരെ നടക്കുന്ന നേർച്ചകൂട്ടിൽ 20,000 പേർക്ക് ഭക്ഷണം നൽകും. രാവിലെ 8 മണിക്ക് ഫാദർ സാൻഡിയോ എലുവത്തുങ്കലിൻ്റെ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന, ലതീഞ്ഞ്, നൊവേന എന്നിവ ഉണ്ടാകും. 10 മണിക്ക് സുറിയാനിയിൽ നടക്കുന്ന പരിശുദ്ധ റാസ കുർബാനയ്ക്ക് സീറോ മലബാർ സഭ എക്യുമെനിക്കൽ കമ്മീഷൻ സെക്രട്ടറി ഫാദർ സിറിൽ തോമസ് തയ്യിൽ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് തിരുനാൾ പ്രദക്ഷിണം നടക്കും. വൈകിട്ട് 7-ന് ഇടവകാംഗം ഫാദർ നവീൻ മുരിങ്ങാത്തേരിയുടെ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന, കുരിശടിയിൽ ലതീഞ്ഞ്, നൊവേന, പള്ളിയിലും വീടുകളിലും തിരുഹൃദയ പ്രതിഷ്ഠ എന്നിവയും നടക്കും. ജൂൺ 14, 21 തീയതികളിൽ 130 പേരുടെ രക്തദാനം ഉണ്ടാകും. 28-ന് അത്താണി പോപ്പ് പോൾ മേഴ്സി ഹോമിലെ അന്തേവാസികൾക്കൊപ്പം ഇടവകാംഗങ്ങൾ ദിവസം ചെലവഴിക്കും. ജൂൺ 30 വൈകിട്ട് 7 മണിക്ക് തിരുഹൃദയ വണക്കമാസം, കാലം കൂടൽ എന്നിങ്ങനെ വിവിധ പരിപാടികളോടുകൂടിയാണ് തിരുഹൃദയ തിരുനാൾ ആഘോഷിക്കുക. ഈശോയുടെ തിരുഹൃദയത്തെ പ്രതിഷ്ഠിച്ച എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളിയുടെ 130ാമത് തിരുഹൃദയ പ്രതിഷ്ഠ കൂട്ടുതിരുനാൾ 2026 ജൂൺ 12-ന് ആഘോഷിക്കുന്നു. കത്തോലിക്ക സഭയുടെ വിവിധ ആരാധനാക്രമങ്ങളെ ഉൾക്കൊള്ളിച്ച് ഭക്തിസാന്ദ്രമായ ദൈവാരാധന എരുമപ്പെട്ടി തിരുഹൃദയ തിരുനാളിന്റെ പ്രത്യേകതയാണ്. ഉച്ച കഴിഞ്ഞ് 3 മണി വരെ ഊട്ടുനേർച്ച ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ തുടർന്ന് വരുന്ന 2 ഞായറാഴ്ചകളിൽ രക്തദാനം 130 വർഷം പൂർത്തിയായതുകൊണ്ട് 130 പേര് രക്തം ദാനം കഴിഞ്ഞ വർഷം ഞങ്ങൾ 129 പേര് രക്തം ദാനം ചെയ്യുകയുണ്ടായി. ഈ വർഷം 130 പേര് രക്തം ദാനം ചെയ്യണം എന്ന് വിചാരിച്ചുകൊണ്ട് അതിന്റെ പ്രവർത്തനങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നുണ്ട്. എരുമപ്പെട്ടി പ്രസ് ക്ലബ്ബിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ വികാരി ഫാദർ ജോഷി ആളൂർ, അസിസ്റ്റന്റ് വികാരി ഫാദർ സാൻഡിയോ എലുവത്തുങ്കൽ, ജനറൽ കൺവീനർ KC ഡേവിസ്, KA രാജു, പബ്ലിസിറ്റി കൺവീനർ മാത്യൂസ് M രാജൻ, കൈക്കാരന്മാരായ MK ജോഷി, ജോയ ആന്റണി, KA ബേബി, പബ്ലിസിറ്റി ജോയിന്റ് കൺവീനർമാരായ അലക്സ് ജോണി, ഷൈജു തൈക്കാടൻ എന്നിവർ പങ്കെടുത്തു. കൃഷി ഉദ്യോഗസ്ഥരും ആരോഗ്യ പ്രവർത്തകരും കർഷകരും വിദ്യാർത്ഥികളും കൈകോർത്തതോടെ കുന്നംകുളത്ത് ഷിഗല്ല രോഗപ്രതിരോധ ബോധവൽക്കരണ ക്യാമ്പയിന് ആവേശകരമായി തുടക്കം. കുന്നംകുളം കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റ്, ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി, താലൂക്ക് ആശുപത്രി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. കർഷകർക്കും വിദ്യാർത്ഥികൾക്കുമായി സംഘടിപ്പിച്ച ക്ലാസിൽ ഷിഗല്ല രോഗപ്രതിരോധ മാർഗങ്ങൾ, വ്യക്തിശുചിത്വം, സുരക്ഷിതമായ കുടിവെള്ളത്തിന്റെയും ഭക്ഷണത്തിന്റെയും പ്രാധാന്യം എന്നിവയെക്കുറിച്ച് ബോധവൽക്കരണം നൽകി. കൃഷിഭവൻ ഓഫീസർ S ജയൻ, ഗവൺമെന്റ് ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മിഥു K തമ്പി എന്നിവർ നേതൃത്വം നൽകി. NSS പ്രോഗ്രാം ഓഫീസർ ശ്രീജ ശശിധരൻ, താലൂക്ക് ആശുപത്രി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ മുഹമ്മദ് ഷാനിഫ്, കർഷക പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു.
ദേശീയപാത 66-ൽ ബദർപള്ളി കുഞ്ഞിപ്പള്ളി ജാറത്തിന് സമീപം സർവീസ് റോഡിൽ വലിയ കുഴി രൂപപ്പെട്ടത് നാട്ടുകാരുടെ ജീവന് ഭീഷണിയാകുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയിലുണ്ടായ ശക്തമായ മഴയ്ക്ക് ശേഷമാണ് സർവീസ് റോഡിൽ വലിയ കുഴി കണ്ടത്. മഴ തുടർന്ന് പെയ്യുകയാണെങ്കിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് മൂലവും തെരുവുവിളക്കുകൾ ഇല്ലാത്തതിനാലും കുഴി ആരുടെയും ശ്രദ്ധയിൽപ്പെടുകയില്ല. ഇതുമൂലം ഏത് നിമിഷവും അപകടമുണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ്. സമീപം നിർമ്മിച്ചിട്ടുള്ള കാനയിലേക്ക് വെള്ളം ഒഴുകിപ്പോകാത്തതാണ് ഗർത്തം രൂപപ്പെടാൻ കാരണമായത് എന്നാണ് കരുതുന്നത്. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ കൂടുതൽ വാഹനങ്ങളും കാൽനട യാത്രക്കാരും കടന്നുപോകുന്ന പ്രധാന റോഡ് കൂടിയാണ് ഇത്. അപകടം ഇല്ലാതിരിക്കാൻ നാട്ടുകാർ കുഴി മൂടാൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. മരക്കൊമ്പ് വെച്ച് അപായ സൂചന നൽകിയിരിക്കുകയാണ്. ദേശീയപാത അധികൃതർ എത്രയും പെട്ടെന്ന് പ്രശ്നപരിഹാരം കണ്ട് യാത്രക്കാരുടെ സുരക്ഷ ഒരുക്കണമെന്നാണ് ആവശ്യം. ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി കുന്നംകുളം നഗരസഭാ പരിധിയിലെ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച നഗരസഭാതല പരിസ്ഥിതി ദിന ക്യൂസ് മത്സരം ശ്രദ്ധേയമായി. കുന്നംകുളം ടൗൺ ഹാളിലാണ് ആവേശകരമായ മത്സരങ്ങൾ അരങ്ങേറിയത്. നഗരസഭാ വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആർഷ ജിജു ഉദ്ഘാടനം ചെയ്തു. കൌൺസിലർ ഷനോഫ് അധ്യക്ഷത വഹിച്ചു. LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ നടത്തിയത്. കൌൺസിലർമാർ, BRC കോർഡിനേറ്റർ മെർലിൻ എന്നിവർ നേതൃത്വം നൽകി. കുറുക്കൻപാറയിൽ കിണറ്റിൽ വീണ പോത്തിനെ അഗ്നിരക്ഷാസേന രക്ഷപ്പെടുത്തി. ചൈതന്യ സ്കൂളിന് സമീപം ചൊവ്വാഴ്ച രാത്രി 10 മണിയോടെയാണ് പോത്ത് കിണറ്റിൽ വീണത്. കുറുക്കൻപാറ സ്വദേശിയായ പോളിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് പോത്ത്. രാത്രി പറമ്പിൽ കെട്ടിയിരുന്ന പോത്ത് കാൽ വഴുതി ഉപയോഗശൂന്യമായ കിണറ്റിലേക്ക് വീഴുകയായിരുന്നു. പുറത്തെത്തിക്കാൻ നാട്ടുകാർ ശ്രമം നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. തുടർന്ന് കുന്നംകുളം അഗ്നിരക്ഷാസേനയെ വിവരമറിയിച്ചു. സ്ഥലത്തെത്തിയ അഗ്നിരക്ഷാസേനാ സംഘം നാട്ടുകാരുടെ സഹായത്തോടെ ലാഡറും റോപ്പും ഉപയോഗിച്ച് ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് പോത്തിനെ കിണറ്റിൽ നിന്ന് സുരക്ഷിതമായി കരയ്ക്കെത്തിച്ചത്. നാട്ടുകാർക്ക് ഭീഷണിയായി റോഡരികിൽ നിന്നിരുന്ന മരം വാർഡ് മെമ്പറുടെ നിരന്തരമായ ഇടപെടലിലൂടെ മുറിച്ചുമാറ്റി. പുന്നയൂർ പഞ്ചായത്ത് കുഴിങ്ങര CHM നഗറിന് സമീപമാണ് ജനങ്ങൾക്ക് ഭീഷണിയായി മുഴുവനായും ഭാഗികമായും ഉണങ്ങിയ നിലയിൽ മരങ്ങൾ നിന്നിരുന്നത്. നിരവധി തവണ കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയിൽ നാട്ടുകാർ പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇതിനെ തുടർന്ന് പുതിയ ഭരണസമിതി വന്ന ശേഷം 3-ാം വാർഡ് ലീഗ് കമ്മിറ്റി പഞ്ചായത്ത് പ്രസിഡന്റിനും മെമ്പർക്കും നൽകിയ സ്വീകരണത്തിൽ നിവേദനം നൽകിയിരുന്നു. ഇതിന്റെ തുടർ നടപടികളുടെ ഭാഗമായിട്ടാണ് 3-ാം വാർഡ് മെമ്പർ ബാൽക്കിസ് ഖലീദിന്റെ നിരന്തര ഇടപെടലിൽ പഞ്ചായത്ത് പ്രസിഡന്റ് റസ്ലാർ ഹീമിന്റെ സഹായത്താൽ PWD ചാവക്കാട് ഓഫീസിൽ പരാതി നൽകിയത്. കാറ്റും മഴയും വരുമ്പോൾ രാത്രി വീടുകളിൽ കിടന്നുറങ്ങാൻ പോലും ഭയമായിരുന്നു. മരം വീഴുകയാണെങ്കിൽ KSEB ഹൈടെൻഷൻ ലൈനിന്റെ മുകളിലേക്കാണ് വീഴുക. കൂടാതെ തൊട്ടടുത്തുള്ള കുന്നമ്പത്ത് അൻവറിന്റെ കടയ്ക്കും നാശനഷ്ടം സംഭവിക്കാം. ബുധനാഴ്ച ഉച്ചയോടുകൂടിയാണ് അധികൃതർ തൊഴിലാളികളുമായി എത്തി മരം മുറിച്ചു മാറ്റിയത്. KSEB ചാവക്കാട് ഓഫീസ് തൊഴിലാളികളും വടക്കേക്കാട് ക്ലസ്റ്റർ കേബിൾ ഇന്റർനെറ്റ് പ്രവർത്തകരും സ്ഥലത്തെത്തിയിരുന്നു. ഇതിന്റെ ഭാഗമായി പ്രദേശത്ത് ഭാഗികമായ ഇലക്ട്രിക് ബന്ധം ഉണ്ടായില്ല. പ്രദേശത്തെ ജനങ്ങളുടെ സുരക്ഷാ കാര്യത്തിൽ പെട്ടെന്ന് നടപടിയെടുക്കാൻ മുൻപോട്ട് വന്ന വാർഡ് മെമ്പർ ബാൽക്കിസ് ഖാലിദിനും പഞ്ചായത്ത് പ്രസിഡന്റ് റസ്ലാർ ഹീമിനും നാട്ടുകാർ നന്ദി അറിയിച്ചു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കുന്നംകുളം മേഖല ലോക പരിസ്ഥിതി ദിന വാരാഘോഷവും ഫോട്ടോ പ്രദർശനവും കുന്നംകുളം വെസ്റ്റ് മങ്ങാട് സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചു. AKPA കുന്നംകുളം മേഖലാ പ്രസിഡന്റ് ഇബ്രാഹിം പഴവൂരിന്റെ അധ്യക്ഷതയിൽ സംസ്ഥാന കമ്മിറ്റി അംഗവും മേഖലാ ഇൻചാർജുമായ ലിജോ ജോസഫ് വൃക്ഷത്തൈ നട്ടുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. സാമൂഹിക സാംസ്കാരിക പ്രവർത്തകനും റിട്ടയേർഡ് അധ്യാപകനുമായ റിജി മാസ്റ്റർ പരിസ്ഥിതിയെക്കുറിച്ച് വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുത്തു. പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് AKPA അംഗങ്ങൾ എടുത്ത ചിത്രങ്ങളുടെ ഫോട്ടോ പ്രദർശനത്തിന്റെ ഉദ്ഘാടനം സ്കൂൾ മാനേജർ റവറൻ ഫാദർ ജോസഫ് താഴത്തിൽ നിർവഹിച്ചു. വാർഡ് മെമ്പർ ഷംന റാഫി, സ്കൂൾ പ്രിൻസിപ്പൽ ജെൻസി KS, മേഖലാ സെക്രട്ടറി NM നൌഷാദ് എന്നിവർ സംസാരിച്ചു. മേഖലാ ഭാരവാഹികളും 4 യൂണിറ്റുകളിൽ നിന്നുള്ള ഭാരവാഹികളും അംഗങ്ങളും പങ്കെടുത്തു. പ്രധാനമന്ത്രിയായി 12 വർഷം പൂർത്തിയാക്കുന്ന നരേന്ദ്രമോദിജിക്ക് ദീർഘായുസ്സും ആരോഗ്യവും ആശംസിച്ച് നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകളും പ്രാർത്ഥനകളും നടത്തുന്നതിനായി BJP തൃശൂർ നോർത്ത് ജില്ലാ അധ്യക്ഷ നിവേദിത സുബ്രഹ്മണ്യൻ ക്ഷേത്രത്തിലെത്തി. എരുമപ്പെട്ടി മണ്ഡലം പ്രസിഡന്റ് ജിത്തു തയ്യൂർ, ജില്ലാ സെക്രട്ടറി സുഭാഷ് ആദൂർ, SSC മോർച്ച ജില്ലാ പ്രസിഡന്റ് അഭിലാഷ് തയ്യൂർ, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ വിഷ്ണു അമ്പാടി, അഭിലാഷ് കടങ്ങോട് എന്നിവരും ഒപ്പമുണ്ടായിരുന്നു.
പരൂർ കാരുണ്യം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ മഴക്കാല രോഗ പ്രതിരോധ ക്ലാസ് സംഘടിപ്പിച്ചു. കാരുണ്യം ചെയർമാൻ കുഞ്ഞി മുഹമ്മദ് വീട്ടിപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. നാലാംകല്ല് വടക്കേക്കാട് മെഡിക്കൽ സെന്ററിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച മഴക്കാല രോഗ പ്രതിരോധ ക്ലാസിന് ഡോക്ടർമാരായ നജ്മൽ റോഷൻ, സിസ്റ്റർ പ്രിൻസി മാത്യു, നൌഷാദ് അലി എന്നിവർ നേതൃത്വം നൽകി. സൗജന്യ പ്രമേഹ പരിശോധനയും ഉണ്ടായിരുന്നു. ഹോമിയോ മെഡിക്കൽ ക്യാമ്പിൽ ഡോക്ടർ ജമാലുദ്ദീന്റെ നേതൃത്വത്തിൽ ഡോക്ടർമാരായ മിസ്രിയ, ഷമീമ എന്നിവർ രോഗികളെ പരിശോധിച്ചു. സൗജന്യ മരുന്ന് വിതരണത്തിന് കാരുണ്യം ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ, ഷെരീഫ് എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് അർഹരായ 100ഓളം കുടുംബങ്ങൾക്ക് കിറ്റുകളും വിതരണം ചെയ്തു. കാരുണ്യം വൈസ് ചെയർമാൻമാരായ ഷെരീഫ് പാണ്ടോത്തയിൽ, അബൂബക്കർ പാറയിൽ, വനിതാ വിംഗ് പ്രസിഡന്റ് സഫിയ കുഞ്ഞുമുഹമ്മദ്, സ്റ്റാഫ് മുഹമ്മദ് അലി, റാഫി പരൂർ എന്നിവർ നേതൃത്വം നൽകി. വെള്ളിത്തിരുത്തി ബ്ലൂമിംഗ് ബഡ്സ് ബദാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ ടാലന്റ് ഡേ സംഘടിപ്പിച്ചു. കുട്ടികളുടെയും അധ്യാപകരുടെയും സർഗാത്മക കഴിവുകളെ പ്രകടിപ്പിക്കാനുള്ള അവസരമൊരുക്കിയാണ് ടാലന്റ് ഡേ നടത്തിയത്. ഓരോ വിദ്യാർത്ഥികളുടെയും അഭിരുചികളെ മനസ്സിലാക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും ടാലന്റ് ഡേ സഹായകരമാകുമെന്ന് സ്കൂൾ പ്രിൻസിപ്പാൾ ഷേബ ജോർജ് പറഞ്ഞു. പ്രസംഗം, പാട്ട്, കളരിപ്പയറ്റ്, യോഗ, ഡാൻസ് എന്നിങ്ങനെ വിവിധ കലാപരിപാടികൾ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു. സ്കൂൾ മാനേജർ ഫാദർ സ്കറിയ OIC, വൈസ് പ്രിൻസിപ്പാൾ സി രാധാമണി, സ്കൂൾ പീപ്പിൾ ലീഡർ നേഹ ഷെഫീഖ്, അസിസ്റ്റന്റ് സ്കൂൾ പീപ്പിൾ ലീഡർ ഹനാഷ് നൌഫൽ എന്നിവർ സംസാരിച്ചു. കരുവന്നൂർ ബാങ്ക് കൊള്ളയിൽ വിചാരണ നേരിടുന്ന കുന്നംകുളം MLA AC മൊയ്തീനും ആലത്തൂർ MP K രാധാകൃഷ്ണനും രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യൻ നാഷണൽ പോർക്കുളം മണ്ഡലം കമ്മിറ്റി അക്കിക്കാവ് സെന്ററിൽ പ്രതിഷേധ പ്രകടനവും സംഗമവും നടത്തി. ജോസഫ് ചാലിശ്ശേരി മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് CB രാജീവ്, പഞ്ചായത്ത് പ്രസിഡന്റ് KA ജ്യോതിഷ്, പ്രൊഫസർ N രാധാകൃഷ്ണൻ, വാർഡ് മെമ്പർ P പ്രവീൺകുമാർ, അബ്ബാസ് അക്കിക്കാവ് തുടങ്ങിയവർ സംസാരിച്ചു. ചാലിശ്ശേരി DYFI പടിഞ്ഞാറേമുക്ക് കമ്മിറ്റി പഠനോത്സവം അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. ചാലിശ്ശേരി അങ്ങാടി ഗ്രാൻഡ് ഓഡിറ്റോറിയത്തിൽ നടന്ന അനുമോദന സമ്മേളനം ജില്ലാ ജോയിന്റ് സെക്രട്ടറി TP ഷഫീഖ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് സെക്രട്ടറി ഷാജൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ കമ്മിറ്റി അംഗം KA പ്രയാൺ, പഞ്ചായത്ത് അംഗം ആനി വിനു, ജില്ലാ പഞ്ചായത്ത് അംഗം സുധീഷ്, ഷാജിമോൾ എന്നിവർ സംസാരിച്ചു. SSLC+2 വിജയികൾക്ക് മൊമെന്റോ നൽകി അനുമോദിച്ചു. പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി വിജയികൾക്ക് വൃക്ഷത്തൈകളും നൽകി. ഫ്ലെമിംഗ് ആൻഡ്ര സ്വാഗതവും സുവിൻ നന്ദിയും പറഞ്ഞു. DYFI മേഖലാ പ്രസിഡന്റ് പ്രവീൺ, അനീഷ്, സന്തോഷ്, അക്ഷയ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 13,645 രൂപ, പവന് 1,09,160 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 250 രൂപ. ചരമം ഗുരുവായൂർ തിരുവേങ്കിടം പുത്തമ്പള്ളി ലക്ഷ്മികയിൽ ബാലകൃഷ്ണൻ നിര്യാതനായി. 68 വയസ്സായിരുന്നു. റിട്ടയേർഡ് റെയിൽവേ ഉദ്യോഗസ്ഥനായിരുന്നു പരേതൻ. സംസ്കാരം പാർമേക്കാവ് ശാന്തിഘട്ടിൽ നടത്തി. പ്രേമഭാര്യയും ലക്ഷ്മി രഞ്ജന എന്നിവർ മക്കളുമാണ്. എരുമപ്പെട്ടി മങ്ങാട് ചാത്തൻകുളം മുക്കിൽ വീട്ടിൽ സാമുവൽ നിര്യാതനായി. 85 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 9-ന് കിഴക്കൻ മങ്ങാട് ചാത്തൻകുളം റോഡ് ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിന്റെ നേതൃത്വത്തിൽ കുന്നംകുളം വി നാഗൽ സെമിത്തേരിയിൽ നടത്തും. ചിന്നുവാണ് ഭാര്യ. പാസ്റ്റർ മണി, അലക്സ് സാമുവൽ എന്നിവർ മക്കളാണ്. വയലത്തൂർ മദ്രസയ്ക്ക് സമീപം താമസിക്കുന്ന പരേതനായ മങ്കേടത്ത് ചിയാമു മകൻ മുഹമ്മദ് അലി നിര്യാതനായി. 78 വയസ്സായിരുന്നു. ദീർഘകാലം UAE-ൽ പ്രവാസ ജീവിതം നയിക്കുകയും മുസ്ലിം ലീഗ് പ്രാദേശിക നേതാവായും പ്രവർത്തിച്ചിരുന്നു. സെഫിയ ഭാര്യയാണ്. ഷജീർ, സാലിഹ്, ഷെജീന എന്നിവർ മക്കളാണ്. ഖബറടക്കം വ്യാഴാഴ്ച രാവിലെ 8 മണിക്ക് വയലത്തൂർ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടത്തും. തയ്യൂർ കാരങ്ങിൽ വീട്ടിൽ അഹമ്മദ് നിര്യാതനായി. 94 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 10:30-ന് എരുമപ്പെട്ടി ജുമാ മസ്ജിദിൽ നടത്തും. പരേതനായ കുഞ്ഞുമോൻ, എരുമപ്പെട്ടി സ്കൈ കൺവെൻഷൻ സെന്റർ MD ഹൈദ്രോസ്, അബ്ദുൾ റസാഖ്, സെലി, പരേതനായ ഷംസു, ജമീല, ബീവാത്ത് കുട്ടി, ഷെരീഫ, ഹസീന എന്നിവർ മക്കളാണ്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. കടങ്ങോട് പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിലേക്ക് ഒരു സംഘം കോൺഗ്രസ് പ്രവർത്തകർ അതിക്രമിച്ചു കയറി സംഘർഷം സൃഷ്ടിച്ചു. പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള മെമ്പർമാരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതായി പരാതി. വെള്ളറക്കാട് തിപ്പലശ്ശേരി റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ പരാതി പറയാനെത്തിയവരാണ് പഞ്ചായത്ത് യോഗത്തിൽ സംഘർഷാവസ്ഥ സൃഷ്ടിച്ചത്. ഭരണസമിതിയുടെ പരാതി വാസ്തവ വിരുദ്ധവും രാഷ്ട്രീയ പ്രേരിതവുമെന്ന് കോൺഗ്രസ് മെമ്പർമാർ.
കേച്ചേരി മമതാ ബാറിൽ സംഘർഷം. കേച്ചേരി ചിറനല്ലൂർ സ്വദേശി കബീറിന് മർദ്ദനമേറ്റു. സംഭവത്തിൽ 6 പേരെ കുന്നംകുളം പോലീസ് കസ്റ്റഡിയിലെടുത്തു. വരവൂർ പഞ്ചായത്തിലെ തളി നടുവട്ടത്തുള്ള അറവുമാംസ മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ പ്രവർത്തനം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് UDF രംഗത്ത്. പ്ലാന്റിന് അനുമതി നൽകിയ LDF പഞ്ചായത്ത് ഭരണസമിതിയും സ്ഥലം MLAയും ജനങ്ങളെ കബളിപ്പിക്കുകയാണെന്ന് UDF നേതൃത്വം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.